സത്യേട്ടാ നമ്മളിവിടെ വരൂന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ പൂട്ടിട്ടേക്കണ ഏതവനാണ്? എടാ ഇന്ന് ശനിയാഴ്ചയല്ലേ? ആ അതാ പൂട്ടിയത്. നമുക്ക് ഇവിടെ ഇരിക്കടാ. വേണ്ടെന്ന് ഇത്ര സൗകര്യമുള്ളപ്പോ ഞാൻ പുറത്തിരുന്ന് അടിക്കണത്. അത് നോക്കി വെക്കുന്നവ ടാക്സ് കൊടുക്കണ നമ്മള് പുറത്തിരുന്ന് അടിക്കാണ്. ചവിട്ടി പൊളിക്ക് സുഖേട്ടത്. ഒറ്റ ചവിട്ടോ. ഒറ്റ ചവിട്ടാ. ഒരു മിനിറ്റ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യമുണ്ട്. അത്യാവശ്യം വളരെ അത്യാവശ്യം. സ്കൂളിൽ എങ്ങടെ തൂറാനാ? വെള്ളം വേണ്ടേ? വെള്ളം ഉണ്ണിയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ എവിടേക്കാ പോയിരിക്കുന്നത്? വെള്ളം കൊണ്ടുപോയിരിക്കണ ഈ മേശയില് മറ്റേ സെബാസ്റ്റ്യൻ മാഷിന്റെ മേശയിൽ അപ്പിട്ട് വെച്ച് ഓർക്കണ്ട. അവപ്പ എവിടെ? അവന് ഒഴുക്കത്തെ പ്രാക്കാർന്ന് മാഷ്. നീ ഗുണം പിടിക്കൂലെന്ന്. അവനിപ്പോ കുവൈറ്റില് ഷോപ്പിംഗ് മാളാണ്. മാഷിക്ക് വേണമെങ്കിൽ അവൻ അവിടെ പണി കൊടുക്കും. കണക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടെന്നാ ഞാൻ അതേ നിങ്ങളുടെ കൂടെ ഇന്ന് കൂതറടിക്കണം. കട്ടിക്ക് അടിച്ചോളൂ. ഞാൻ മറ്റേട് പോരട്ടെ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം. അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കുക. ഈ വിലാസലോല ഭൂമിയിലാരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മി നമ്മൾ. എന്തിനു നാം വൃഥാ അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. നീ എവിടെ പോയി കിടക്കരുത്? നീ എന്റെ സത്യേട്ടാ കുറച്ച് വെള്ളം എടുക്കാൻ കക്കൂസ് പോയത്. കക്കൂസിന്റെ വെള്ളമല്ല. കക്കൂസ് നമുക്ക് ടാപ്പ് തുറന്ന് നോക്കുമ്പോ ഒരു തുള്ളി വെള്ളമില്ല. വെള്ളമില്ലാത്ത ടാപ്പ് വല്ല ആവശ്യമുണ്ടോ? ചവിട്ടി പൊളിച്ചു. പിന്നെ ഈ വെള്ളമില്ലാത്ത അവിടെ ക്ലോസറ്റ് എന്തിനി ഒരു ചെത്തിലുണ്ടായി. ഞാൻ അടുത്ത് എന്റെ മെച്ചിട്ടു തവിട്ട് കൂട്ടി. അത് ഇറങ്ങി വരുമ്പോ നമ്മളെപ്പോഴും ബെല്ലുണ്ടല്ലോടാ, മണി തലക്കൊരു അടി അടിച്ച്. അയ്യോ നോക്കി വരണ്ടേ? നോക്കി പോന്ന് കണ്ടില്ല. ഞാൻ എടുത്തിട്ടൊക്കെ എന്റെലേക്ക് ഇട്ടു. എന്ത് വൃത്തികെട്ട പണിയാണ് നീ ചെയ്തത്? നാളെ ബെല്ലടിച്ചില്ലേ പിള്ളേര് പോകൂലല്ല. പിന്നെ നമുക്ക് രാത്രി ഇവിടെ വരാൻ പറ്റുമോ? അതല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം. ടീച്ചർമാർക്ക് ഒന്ന് മുട്ടൊന്നും ഉണ്ട്, അതിന് ഇറങ്ങി പോയിക്കോളും. ഇത് മായ്ക്കുന്നവൻ തെണ്ടി. ഏത് തെണ്ടി അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണാവോ? ഈ കെട്ടിടത്തിന് ഫണ്ട് നൽകിയത് പാരിജാതൻ MLA. ഏത് MLA? പാരിജാതൻ MLA. ഇത് ആരതിൻ്റെ ഉള്ളിൽ കയറിയേക്കണമെന്ന് പിടുത്തല്ലോ. കൈകുഴഞ്ഞ് കാൽകുഴഞ്ഞ് നീ വരുന്ന നേരം. കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം. സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാ. വെള്ളാമ്പൽ പാൽക്കടലിനോളങ്ങൾ
പാൽക്കടലെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂത്തരാ വെള്ളാമ്പൽ പൂത്തരാ. എന്താ എടാ വരൂ. അല്ല വരുന്നില്ല, നിങ്ങളവിടെ ഇരിക്കേ. എന്താ കട പരിപാടി? ചെറുതായിരിക്കും കൊടുക്കാനില്ല. അതേ, നിങ്ങളിവിടെ അടുത്തുള്ളവരല്ലേ? ഈ മത്സരത്തെക്കാളുള്ളവരല്ലേ നിങ്ങള്? ഇരുന്ന് സംസാരിച്ചോ. അല്ല അത് കുഴപ്പമില്ല, ഞാൻ നിന്നോണ്ട്. ഇതൊരു കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയാണത്. അതെ, അറിയില്ലേ? പിന്നെ നമ്മള് പഠിച്ചിട്ടുള്ള സ്കൂളല്ലേ? ആര്? ഞങ്ങള് പഠിച്ചതാണ്. നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? മൂലക്കൊക്കെ അവിടെ ഞങ്ങളുടെ സ്കൂളത്. അതല്ലേ? ഇതൊക്കെ നാണാവില്ലേ മനുഷ്യന്മാരെ? കുട്ടികൾ പഠിക്കണ ഒരു സ്കൂളിൽ വന്നിട്ട് ജാതി വെള്ളടിയും പേക്കൂത്തും കാട്ടാനായിട്ട്. പഠിക്കുമ്പോഴല്ലോ പഠിത്തം കഴിഞ്ഞില്ലേ? ഇത് എപ്പോഴായാലും ചെയ്യാൻ പാടില്ലല്ലോ. അതെന്താണ് മനസ്സിലാക്കാത്തത്? അല്ല നിങ്ങളിപ്പോ ആരാ വിളിച്ചത്? നിങ്ങൾ വിളിച്ചിട്ട് വേണ്ട വരാൻ. ഞാൻ ഈ പരിസരത്തുള്ള തന്നെ നാട്ടുകാർ പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെ വന്ന് ചാടി കയറി എന്തൊക്കെ ബേളം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയറി. ഞങ്ങള് നാട്ടുകാരനെയാണ്. നിങ്ങള് നാട്ടുകാരാണ്. നിങ്ങൾ നാട്ടുകാരാണ് ഈ ജാതി പണി നിങ്ങളിവിടെ അതെ വേറെ വേണ്ടാത്തവർ തന്നെ പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ അത് വിളിച്ചുകൂട്ടല്ലേ. ഒന്നും ചോദിക്കാനില്ല. ഇവിടെ ഭരണം നടക്കണ ഞങ്ങളെ പൈസ വേണം. അന്റെ പൈസ കോടാണ്ട് കുത്തിയാണ്ട് വയറ്റുകൂടെ അറിയില്ല. അതെ ഈ വേഷമൊക്കെ മാറ്റിട്ട് വേറൊരു വേഷം തന്നെ അതെ സത്യേട്ടാ നമ്മ ഇരിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവന്റെ വീട് എനിക്കറിയാം. ഇന്ന് ഇവനെ കിടത്തി ഉറക്കരുത്. എവിടെ അവന്റെ വീട്? അവന്റെ വീട് നമ്മുടെ റേഷൻ കടയുടെ അടുത്താണ്. റേഷൻ കടയുടെ അടുത്ത് പണിയുണ്ട്. ഇത് അടിച്ചേട്ടെ ഇവിടെ പൊട്ടിച്ചില്ലേ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ പറ്റില്ല. രാത്രി ശരിയാക്കി തരാം. നമ്മുടെ സ്കൂളാണിത്. ഇവിടെ വന്നിട്ട് വീടിന വീട്ടെ അതെ എസ് ജംഗ്ഷനിൽ ഒന്നും വരില്ല. ഇന്ന് കോയയുടെ നെഞ്ചത്ത്. ഇന്ന് കോയയുടെ വീട്ടില് വീട്ടിൽ ആദ്യമായിട്ടാ കള്ളു പിടിക്കുമ്പോ ഒരുത്തൻ നമ്മളോട് ഉണ്ടാക്കാൻ വന്ന് നമ്മളോട് മറിമായം